അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹൈദരാബാദിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഹോട്ടൽ നയാബിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ 5:30 എഴുന്നേറ്റ് കേട്ടോ. സിറ്റോ പിന്നെ എപ്പോൾ വിളിച്ചാലും ഓക്കെ ആണല്ലോ, അതുകൊണ്ട് അവൾ റെഡിയായി. അവൾ നല്ല എക്സൈറ്റ്മെൻറ്റില്ല, എവിടത്തേക്കാണ് പോകണമെന്ന് മനസ്സിലായിട്ടെങ്കിലും അവൾ നല്ല പ്രത്യേകിച്ച് മൂഡിന് പ്രശ്നമൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല റെഡിയാവാനൊക്കെ റെഡിയായി. നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്, ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവന്ന്. അപ്പം നമ്മൾ പോകുന്നു. നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ബോറടിച്ചൊന്നുമില്ല തണുത്തിട്ടുണ്ടെങ്കിൽ. സിച്ചോവിയും നല്ല ഓക്കെ, നമുക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഷി വാസ് ഓക്കെ വിത്ത് ദാറ്റ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഹോട്ടലിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. അവിടെയുള്ള ഫേമസ് ഐറ്റം ഇവിടെ ഹൈദരാബാദി ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത്, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ രാവിലെ. ഞാൻ ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല. രാവിലെ ഞങ്ങളൊരു 6 മണി 6:15 അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ ഒരു ഓർഡറൊക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ പോകുന്ന സാധനങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല. ഓരോന്നിൻ്റെയൊക്കെ പേരൊക്കെ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത്. ഏട്ടനാണ് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് തന്നെ ഞങ്ങളെ ചായ വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് കേസർ ടീയും സാഫ്രാനി ടീയാണ്. രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചായ പൊതുവേ അടിപൊളി തന്നെയാണ്. അപ്പോൾ കേസർ ടീയും സാഫ്രാനി ടീ ഇതിന് മുമ്പേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കേസർ ടീ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങളുടെ ഫുഡ് വന്നു. ഫുഡിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബേജ ഫ്രൈ, മട്ടൺ കീമ, ഷീർമാൽ വിത്ത് പായ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ബേജ ഫ്രൈ. ബേജ ഫ്രൈ മീൻസ് മട്ടൻ്റെ ബ്രെയിൻ ഇല്ലേ, അതാട്ടോ. ഇത് പെപ്പറൊക്കെ ഇട്ടിട്ടാക്കിയത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതാണ് മട്ടൻ കീമ, ഇതും കൊള്ളായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ഡിപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ബട്ടർ നാനിൽ മുക്കിയിട്ടാട്ടോ കഴിച്ചത്, അടിപൊളിയായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. എന്തും കഴിക്കും എന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, അങ്ങനെയുള്ള ആൾക്കാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. സിച്ചും കഴിച്ചിരുന്നു കേട്ടോ. അവിടെ ഒരുപാടൊന്നും കഴിച്ചില്ല, എന്നാലും കഴിച്ചിനായിരുന്നു. അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിച്ച് നോക്കി. ഇതിൻ്റെ കൂടെ നല്ല ഞാൻ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബട്ടർ നാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നാട്ടിലുള്ള തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾക്ക് വന്നത് പായ മീൻസ് ഒരു സൂപ്പ് തന്നെയാണ് കേട്ടോ. മട്ടൻ്റെ ഒരു കാലിൻ്റെ ഭാഗത്ത് വരുന്നപ്പോൾ ഒരു പീസായിട്ട് അത് ഇടുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ബ്രെഡ് ഇട്ടിട്ട് വേണം കഴിക്കാൻ വേണ്ടി. ഈ ബ്രെഡിൻ്റെ പേര് ഷീർമാൽ ബ്രെഡ് എന്നാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റമാണ് ഷീർമാൽ ബ്രെഡ്. അപ്പോൾ അത് നമ്മളിങ്ങനെ പായലേക്ക് ഇട്ടിട്ട് അത് സോക്ക് ചെയ്ത് വേണം കഴിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ട രീതി. ഇവിടുത്തെ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അധികം കഴിക്കുന്നത് ഇങ്ങനെയുള്ള പായ, അതൊക്കെയാണ് കേട്ടോ. പായ ഇങ്ങനെയുള്ള ഐറ്റംസാണ് രാവിലെ തന്നെ എന്ത് തിരക്കാണെന്നറിയാമോ. 6 o'clock ആ ഹോട്ടൽ ഫുള്ളാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഞാൻ ഇതിന് മുമ്പേ പായ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടിരുന്നു. നല്ല ഹെൽത്തി ഐറ്റം കൂടിയാണ് ഇപ്പോൾ ഇത്. സൂപ്പല്ലേ, അടിപൊളിയാണ്. നല്ല ചൂടുണ്ടായിരുന്നു. തണുപ്പത്ത് ചൂട് സൂപ്പൊക്കെ കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഹൈദരാബാദിലുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കണം. ഈ ഹോട്ടൽ നയാബ് കേട്ടോ, ഇവിടെ ഹൈദരാബാദിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലം. വേറെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അടിപൊളിയാണ്. അത് തിരക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഹോട്ടലാണ്, അതുകൊണ്ട് തന്നെ അടിപൊളി ഫുഡായിരിക്കുമല്ലോ പൊതുവെ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഇതൊക്കെ കഴിച്ചത്. കുറച്ച് നല്ല തണുപ്പാണ്, ആ തണുപ്പിന് ഈ സൂപ്പൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. സിച്ചും കുടിച്ചു കുറച്ചൊക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവളും കുറച്ചൊക്കെ കുടിച്ചിന്. ഭയങ്കര സ്പൈസി ഒന്നുമല്ല, നല്ല ഒരു മല്ലിച്ചപ്പും എല്ലാം ഇട്ടിട്ട് ഒരു പായ. അതിനുശേഷം ഞങ്ങൾ സ്വീറ്റായിട്ട് ഓർഡർ ചെയ്തത് ഡബിൾ കാ മീറ്റാന്ന് പറഞ്ഞിട്ടൊരു സാധനം. ജസ്റ്റ് ലൈക്ക് ബ്രെഡ് ഹൽവ അങ്ങനെ തോന്നുന്നു, എന്താണെന്ന് കറക്റ്റ് പിടിയിട്ടില്ല. എന്നാൽ സാധനം കൊള്ളാം. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചു. സിറ്റുവിന് വേണ്ടി ഓർഡർ ചെയ്തു, പക്ഷെ അവൾ കുറച്ച് കഴിച്ചുള്ളൂ, ബാക്കി ഫുൾ കഴിച്ചത് ഞങ്ങളാണ്. അപ്പം
ഒരുപാട് ആൾക്കാരുണ്ട് രാവിലെ തന്നെ വന്നിട്ട് കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല എൻജോയായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. ഫുഡൊക്കെ സൂപ്പറായിട്ടോ. ഇവിടുത്തെ പറ്റുകയാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പം എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് വരണം. അപ്പോൾ ഓക്കെ, ബൈ, സി യു. ഓക്കെ.